ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വിൻഡ് സ്പിന്നർ ആട്ടോ. അപ്പോൾ അതിനെടുത്തേക്കുന്ന ഷെയ്ഡ്സ് ഒരു ഒലീവ് ഗ്രീൻ ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, പിന്നെ ഒരു ബ്രൗൺ കളർ, മെറൂൺ കളർ ഉണ്ട് കേട്ടോ. ഈ 3 ഷെയ്ഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് സെമി അക്രിലിക്കാണ്, എന്ന് വെച്ചാൽ 50% കോട്ടനും 50% അക്രിലിക്കും. അപ്പോൾ വിൻഡ് സ്പിന്നറിന് എന്തായാലും 100% അക്രിലിക് എടുക്കാൻ നോക്കുക, അതല്ലെങ്കിൽ ഒരു 50% എങ്കിലും അക്രിലിക്കുള്ള യാണ് എടുക്കാൻ നോക്കുക കേട്ടോ. ഹുക്ക് എടുത്തേക്കുന്ന 2.5 mm ഹുക്കാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ട് അത് ഒരു 85 ചെയിൻ സ്റ്റിച്ച് ഇടണം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇവിടെ കണ്ടോ, ഇങ്ങനെ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി ചെയ്യേണ്ടത് ചെയിൻ ഇടേണ്ടത്. അപ്പോൾ 85 ചെയിൻസ് ഇടണം. അപ്പോൾ 1 2 3 4 5 അങ്ങനെ മൊത്തം 85 ചെയിൻസ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഇതപ്പോൾ 82 ആയി, 83 84 85 സ്റ്റിച്ചസ് ആയിട്ടോ. ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത്രയും സ്റ്റിച്ചുകളാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി എല്ലാ സ്റ്റിച്ചിലും ചെയ്യേണ്ടത് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷ്യ. ആദ്യത്തെ റോയിൽ സിംഗിൾ ക്രോഷ്യ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു ചെയിൻ ഇട്ടു. എന്നിട്ട് ഇതിലേക്ക് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ഈ 85 സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ ഇടാം കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇതപ്പോൾ കണ്ടോ, ആ റോൻ്റെ ലാസ്റ്റ് സ്റ്റിച്ച് എത്തി. ഇനി ഒരു സ്റ്റിച്ചും കൂടിയുള്ളൂ. അവിടേക്കും കൂടി ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ആണിവിടെ കട്ട് ചെയ്ത് കളയണം. നമ്മൾ ബാക്കി പ്രൊജക്ട്സ് ചെയ്യണ പോലെ ട്വിസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യുമല്ല ചെയ്യണേ. ഈ ആണിവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അപ്പുറ സൈഡിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും നമ്മൾ. നോക്കൂ, ഇതിവിടെ ഇങ്ങനെ വലിച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഈ സൈഡിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് വീണ്ടും ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഗ്രീൻ യാൺ വെച്ചിട്ട് ഇനിയും ചെയ്യണത്. അപ്പോൾ ഗ്രീൻ യാൺ എടുത്തു. ഇവിടെ ഫസ്റ്റ് ചെയിനിലേക്ക് ഇതിനെ രണ്ട് ലൂപ്പിൽ കൂടെ ഗ്രീൻ യാണിനെ പുള്ളി ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തതിനെ രണ്ട് ലൂപ്പിൽ കൂടെ പുള്ളി ചെയ്ത് എടുത്തു. കണ്ടോ, ഇവിടെ ഇപ്പോൾ ഒരു ലൂപ്പ് കിട്ടി. ഇനി ഇതിലേക്ക് 2 ചെയിൻ ഇടാം. 1 2 ചെയിൻ ഇട്ടു. ഇനി ചെയ്യേണ്ടത് ഓരോ സ്റ്റിച്ചിലേക്കും 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് യാണ് ഓവർ ചെയ്തു. ഈ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ 2 ഡബിൾ ക്രോഷ്യ, 1 ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു ഡബിൾ ക്രോഷ്യയും കൂടി സ്റ്റിച്ചിലേക്ക്. യാണ് ഓവർ ചെയ്തു. ഫസ്റ്റ് സ്റ്റിച്ച് അല്പം ടൈറ്റ് ആയതുകൊണ്ട് കേട്ടോ പുള്ളി ചെയ്തെടുത്തു. 2 ഡബിൾ ക്രോഷ്യ ഇതിൽ ചെയ്തു. ഇനി അടുത്തതിലും ഇതുപോലെ തന്നെ 2 ഡബിൾ ക്രോഷ്യ യാണ് ഓവർ ചെയ്തു. ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പുള്ളി ചെയ്തു. ഒരു ഡബിൾ ക്രോഷ്യ. ഈ ടെയിലൻ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ അത് തുന്നി വയ്ക്കാനൊന്നും നിൽക്കണ്ട, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ചെയ്യാം. രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തു സെയിം സ്റ്റിച്ചിൽ തന്നെ. അപ്പോൾ അതുപോലെ ഈ റോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. ഇതാ ഒന്നും കൂടി കാണിച്ചു തരാം. യാണ് ഓവർ ചെയ്തു. ഈ സ്റ്റിച്ചിൻ്റെ 2ൻ്റെ ഇടയിൽ കൂടെ എടുത്തു. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെയിം സ്റ്റിച്ചിലേക്ക് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഓക്കെ, അപ്പം ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അറ്റം വരെ 85 സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ. ഇതാ ഇപ്പോൾ കണ്ടോ, ഈ റോയും തീർന്നു കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ കേൾ ചെയ്യാൻ തുടങ്ങി. കണ്ടില്ലേ, എല്ലാത്തിലും ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തപ്പം ഇങ്ങനെ പതുക്കെ കേൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ലാസ്റ്റ് സ്റ്റിച്ചാണ് ഈ റോയിലെ. അപ്പോൾ ഇവിടെയും 2 ഡബിൾ ക്രോഷ്യ ഒരേ സ്റ്റിച്ചിലേക്ക് കൊടുക്കണം. 1 ഡബിൾ ക്രോഷ്യ കൊടുത്തു. ഇനി സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആണ് കട്ട് ചെയ്ത് കളയാം. ഓൾമോസ്റ്റ് ഇതിൻ്റെ ലെങ്ത്തിൽ തന്നെ ഈ ആണ് കട്ട് ചെയ്യാം. നമ്മൾ ഓരോ റോയ്ക്കും ഈ അപ്പുറം എൻ്റെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമോ, അതുകൊണ്ടാണ് ഇവിടെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇനി എടുക്കേണ്ടത്, ഞാൻ എടുക്കുന്നത് ഈ ക്രീം കളർ യാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്തു.
ഇത് ഞാനൊരു സ്ഥിരം വാങ്ങിക്കുന്ന പോലെ മാജിക് നീഡിൽസിൻ്റെ ഓഫ് വൈറ്റ് അരാൻ അക്രോക്കോട്ടിയാണ് കേട്ടോ. ഇതിൽ 51% കോട്ടൺ, 49 അക്രിലിക്. അപ്പോൾ ഈ ആണെടുത്തു. ഇനി ഇവിടെ ടിപ്പിലായിട്ട് ഇത് വയ്ക്കാം. ഏറ്റവും അറ്റത്തെ കണ്ടോ, ഇവിടെ ഈ ചെയിൻ ഇട്ടില്ലേ, ഈ ചെയിൻ ഇട്ടതിൽ മൂന്നാമത്തേൻ്റെ കണ്ടോ, ഇവിടെ തേർഡ് ചെയിൻ്റെ അടിയിൽ കൂടെ ഇതിനെ വലിച്ചെടുക്കാം. വലിച്ചെടുത്തു. ഇനി ഇവിടെയും ചെയ്യേണ്ടത് 3 ചെയിൻ ഇടാം. 1 2 3 3 ചെയിൻ ഇട്ടു. ഇനി ഇവിടെ ചെയ്യേണ്ടത് ഓരോ സ്റ്റിച്ചിലേക്കും 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പോൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്തു, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഡബിൾ ക്രോഷ്യ. ഇനി ചെയ്യേണ്ടത് ഒരു ചെയിൻ ഇടാം. 3 ഡബിൾ ക്രോഷ്യ ഒരു സ്റ്റിച്ചിൽ കൊടുത്തിട്ട് ഒരു ചെയിൻ ഇട്ടു. ഒരു ചെയിൻ ഇട്ടിട്ട് ചെയ്യേണ്ടത് ഇവിടെ ഈ സ്റ്റിച്ചില്ലേ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇപ്പുറത്തെ സ്റ്റിച്ച്, ആ സ്റ്റിച്ച് വിട്ടിട്ട് ഈ സ്റ്റിച്ചിലേക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം, ക്ലസ്റ്റർ പോലെ. കാരണം നമ്മളിതൊരു ഗ്രാനി സ്ക്വയർ മോഡലിൽ ചെയ്യുന്ന വിൻ സ്പിന്നർ ആയതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, അത് വേറെ പാറ്റേൺ, അത് ഞാൻ വേറെ ട്യൂട്ടോറിയൽ ഇടാം അതിൻ്റെ. ഇത് ഒരു ഗ്രാനി സ്ക്വയർ മോഡലാണ്. ഇതാ കണ്ടോ, ഇപ്പോൾ ക്ലസ്റ്റർ ഡെവലപ്പായി കണ്ടില്ലേ, കണ്ടോ. ഇനിയും ഒരു ചെയിൻ ഇടാം, എന്നിട്ട് ഈ ചെയിൻ സ്കിപ്പ് ചെയ്യുക, അതിൻ്റെ ഇപ്പുറം വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കാണിക്കാം. ഇതാ കണ്ടോ, ഇപ്പോൾ ഇവിടെ ക്ലസ്റ്റർ അവസാനിക്കാറായിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ 3 സ്റ്റിച്ച് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചെയ്യുന്നത് ലാസ്റ്റ് സ്റ്റിച്ചിലേക്കാട്ടോ, ഇവിടേക്കാണ് ഇനി അടുത്തത് കൊടുക്കുന്നത്, അടുത്ത ക്ലസ്റ്റർ പോലെ കൊടുക്കുന്നത് കേട്ടോ. അപ്പം 1 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ആണ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ ആണ് കട്ട് ചെയ്യാം. ഇത്ര എണ്ണത്തിന് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്തു. ഇനി അടുത്ത ഷെയ്ഡ് എടുക്കാം. ഇത് കണ്ടോ, ഒരു സ്പൈറൽ ഫോമിലേക്കായിട്ടുണ്ട്. ഇനി അടുത്ത ഷെയ്ഡ് എടുക്കാം. എന്നിട്ട് അത് ഇതാ ഇവിടേക്ക്. അടുത്തത് മെറൂൺ കളറാണ് ചെയ്യണത്. അപ്പോൾ ഇതാ നോക്ക്, ഇവിടെ ലാസ്റ്റ് ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അതാ ഇവിടെ തേർഡ് ചെയിനില്ലേ, തേർഡ് ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ, ഈ പുതിയ കളറിനെ ഷെയ്ഡിനെ എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ചെയിൻ ഇടാം. ഇവിടെ ഒരു ചെയിൻ ഇട്ടു. പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം ഇവിടെയായിട്ട്. ഇവിടെ കണ്ടോ, ഇങ്ങനെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഈ ഗ്യാപ്പില്ലേ, ഈ ഗ്യാപ്പിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയ്യേണ്ടത് വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്തു, ആർച്ച് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഒരു ക്ലസ്റ്റർ ഇല്ലേ, ക്ലസ്റ്ററിൻ്റെ ഇവിടെയായിട്ട് നടുക്കായിട്ട് ഓൾമോസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ആർച്ച് പോലെ കിട്ടി. ഇനി ഇവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഗ്യാപ്പിലേക്ക് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്തത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇതിൻ്റെ സ്റ്റിച്ചുകളെ പറ്റിയുള്ള ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇത് ലിങ്ക് ഞാൻ കാർഡിൽ കൊടുത്തേക്കാം കേട്ടോ, അതിൽ ചെക്ക് ചെയ്താൽ മതി. ഇനി ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു.
കണ്ടോ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി വീണ്ടും ഡബിൾ ക്രോഷ്യ, ഇനി ഹാഫ് ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. കണ്ടോ വീണ്ടും ഒരു ആർച്ച് കിട്ടി. ഇനി ഈ ക്ലസ്റ്ററിൻ്റെ മുകളിലായിട്ടൊരു സിംഗിൾ ക്രോഷ്യ. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഫുൾ റോ കംപ്ലീറ്റ് ചെയ്യാം. ഇതാ അപ്പോൾ നമ്മൾ ഈ റോ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ എല്ലായിടത്തും ഇങ്ങനെ ഓരോ ആർച്ച് പോലെ ക്ലസ്റ്റർ പോലെ ചെയ്ത് ഇതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ ഒരു ക്ലസ്റ്റർ കഴിഞ്ഞു. ഇനി ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഇതില്ലേ ഗ്രൂപ്പ്, വൈറ്റിൻ്റെ ഗ്രൂപ്പ്, അതിൻ്റെ നടുക്കായിട്ടുള്ള സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു നമ്മൾ. അത് കഴിഞ്ഞ് ഈ ഗ്യാപ്പിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, ഇനി ഒരു ട്രിപ്പിൾ ക്രോഷ്യ. അപ്പോൾ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തു. കണ്ടോ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തു. ഇനി പുള്ള് ചെയ്തു 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ, 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ പുള്ള് ചെയ്തു. ലാസ്റ്റ് 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ പുള്ള് ചെയ്തപ്പോൾ ട്രിപ്പിളായി. ഇനി വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, ഈ 2ൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. അപ്പോൾ അടുത്ത ഡബിൾ ക്രോഷ്യായി. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇനി യാൺ ഓവർ ചെയ്തു, ഉള്ളിൽ കൂടെ എടുത്തു, 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു. അതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി ചെയ്യേണ്ടത് ദാ ഇവിടെ ലാസ്റ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ ഇവിടുത്തെ, അവിടേക്ക് ഒരു ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യയും കൂടി കൊടുത്തു. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും യാണുണ്ടല്ലോ, ഈ യാണിൻ്റെ ലെങ്ത്തിൽ തന്നെ ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റി. ഇതാ അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു, ഫിക്സ് ചെയ്തു. കണ്ടോ അപ്പോൾ അത് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബ്രൗൺ യാൺ മാറ്റാം. കണ്ടോ നല്ല ഭംഗിയായിട്ടില്ലേ ഇത്. അപ്പോൾ നമ്മൾ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്തിട്ട് ഇനി ചെയ്യേണ്ടത് ഈ അറ്റത്ത് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഹാങ് ചെയ്യുന്നത്, മുകളിൽ നിന്ന്. ഇതാണ് ടോപ്പ് ഭാഗം വരിക. അപ്പോൾ ഇവിടേക്ക് ഒരു എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ലൂപ്പ് പോലെ വേണമല്ലോ. അതിന് വേണ്ടി ഞാൻ ഗ്രീൻ യാൺ കട്ട് ചെയ്തെടുത്തു. കണ്ടോ ഈ ഗ്രീൻ തന്നെ ആദ്യം ചെയ്ത് ഒലിവ് ഗ്രീൻ യാൺ തന്നെ കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, ഇതിൻ്റെ ടിപ്പിൻ്റെ ഉള്ളിൽ കൂടെ. കണ്ടോ ഏറ്റവും തുമ്പത്ത് വരുന്ന ആ ഗ്രീനിൻ്റെ പോർഷൻ്റെ അവിടേക്ക് ഈ ഇതിനെ വലിച്ചെടുത്തു, ഒലിവ് യാണിനെ. ഇത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു നോട്ട് പോലെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടത്തിന് എവിടെയാണെന്ന് വെച്ചാൽ ഹാങ് ചെയ്തെടുക്കാം, ഇടാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയൊരു നോട്ട് കൊടുത്തു. കണ്ടോ ഇങ്ങനെ ഒരു നോട്ട് കൊടുത്തു. അപ്പോൾ ഈ എൻഡ് കഴിഞ്ഞു. ഇനി ഇപ്പുറം എൻഡിൽ കുറേ യാൺസ് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, കണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ ഇതിനെയൊക്കെ ഇവിടെ നമുക്ക് ടാസൽസ് ഉണ്ടാക്കണം ഒരെണ്ണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കളർ പ്ലെയിൻ മെറൂൺ കളർ ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോക്സ് ഇങ്ങനെ ഒരു ബോക്സ് എടുത്തു. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും നമ്മൾ ഇങ്ങനെ കുറേ റോൾ ചെയ്ത് കൊടുക്കും, ഇങ്ങനെ കെട്ടി കൊടുക്കാം കേട്ടോ. കണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട സൈസിന് ഇതിനെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. നല്ല തിക്കായിട്ട് വേണം, അപ്പോൾ അത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ കണ്ടോ നമ്മുടെ വിൻ സ്പിന്നറിൻ്റെ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടാസൽസ് ഉണ്ടാക്കുന്ന ഐഡിയ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതിങ്ങനെ ഹാങ് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും. നല്ല പെർഫെക്റ്റാണ്, ഒരു ഗ്രാനി സ്ക്വയർ പാറ്റേണിൽ വരുന്ന വിൻ സ്പിന്നർ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാണ്, ബിഗിനേഴ്സിന് പോലും ചെയ്യാവുന്ന പ്രോജക്റ്റാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ പറയാം. ഇതുപോലെയുള്ള കൂടുതൽ ട്യൂട്ടോറിയൽസിന് ചാനൽ ഫോളോ ചെയ്യാം കേട്ടോ. താങ്ക്